ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ്റ്റിമേഷൻ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എസ്റ്റിമേഷൻ്റെ വീഡിയോയിൽ നമ്മൾ ക്വാണ്ടിറ്റി സർവേ എന്താണെന്ന് പഠിച്ചു, എസ്റ്റിമേഷൻ്റെ എസ്റ്റിമേഷൻ എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡേറ്റാസാണ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്ന കാര്യം നോക്കി. ദെൻ റേറ്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ എന്തൊക്കെ ഡേറ്റാസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് നോക്കി. ദെൻ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന ടൈം നോക്കി, സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക് നോക്കി. ദെൻ സാങ്ഷൻ, ടൈപ്സ് ഓഫ് സാങ്ഷൻ, 3 തരം സാങ്ഷൻ ഉണ്ട്, അത് 3 നമ്മൾ നോക്കി. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് എസ്റ്റിമേഷൻ്റെ ടൈപ്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റും ദെൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനാണ് നമ്മളത് നോക്കുന്നത്. ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് എസ്റ്റിമേഷനിലേക്ക് വരാം. ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രിലിമിനറി എസ്റ്റിമേഷൻ ഉണ്ട്. ഓക്കെ, എസ്റ്റിമേഷൻ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ടടാ. പ്രിലിമിനറി എസ്റ്റിമേഷൻ ഉണ്ട് ആൻഡ് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ഉണ്ട്, പ്രിലിമിനറി എസ്റ്റിമേഷൻ ഉണ്ട്. നമുക്ക് ആദ്യം പ്രിലിമിനറി എസ്റ്റിമേഷൻ എന്താണെന്ന് നോക്കാം. പ്രിലിമിനറി എസ്റ്റിമേഷൻ്റെ മറ്റൊരു പേരുകളുണ്ട്. പ്രിലിമിനറി എസ്റ്റിമേഷൻ അതർ നെയിംസ് ആണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഏതൊക്കെയാണ്? അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്നും പ്രിലിമിനറി എസ്റ്റിമേറ്റിന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എഞ്ചിനീയറുടെ പ്രാക്ടിക്കൽ നോളേജ് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വർക്കിൻ്റെ ഡേറ്റാസ് അല്ലെങ്കിൽ കോസ്റ്റ് വെച്ചിട്ടും നമ്മൾ ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. പ്രിപ്പയർഡ് ഫ്രം ദ പ്രാക്ടിക്കൽ നോളേജ് ആൻഡ് കോസ്റ്റ് ഓഫ് സിമിലർ വർക്ക്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് എവിടെയെങ്കിലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അടുത്ത് തന്നെ സിമിലറായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ കോണ്ടിൻജൻസീസ് എന്നൊരു ടേം ഉണ്ട്. ആ കോണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെക്നിക്കൽ ടേംസ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു കപ്പായാണ്. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡായി വരുന്ന ചിലവുകളെയാണ് ഈ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്റ്റഡായി വരുന്ന ചിലവുകൾ. നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാത്ത തരത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ഒരു ചിലവ് വരികയാണെങ്കിൽ അതിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് 5 to 10% ആണ്. ഓക്കെ, പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് 5 to 10% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രിലിമിനറി എസ്റ്റിമേഷൻ്റെ ടൈപ്സ് നോക്കാം. ആദ്യത്തേതാണ് യൂണിറ്റ് ബേസ് മെത്തേഡ്. ഏതാണ് യൂണിറ്റ് ബേസ് മെത്തേഡ്? ഈ യൂണിറ്റ് ബേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് വെച്ചോ, ഒരു 500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ നമ്മൾ ഈ 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള റീസെൻ്റായിട്ട് ബിൽഡ് ചെയ്ത അല്ലെങ്കിൽ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു തിയേറ്റർ നമ്മൾ പോയി നോക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് എത്ര രൂപ ചിലവായെന്ന് നോക്കുന്നു. ഓക്കെ, അതിനിപ്പോൾ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത 500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്ററിന് 1 കോടി രൂപയായെന്ന് വെച്ചോ. ഓക്കെ, 1 CR ആയെന്ന് വെച്ചോ. അങ്ങനെ വരുമ്പോൾ 1 CR by 500 ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മളും 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ 1 CR ടോട്ടൽ കോസ്റ്റായ 1 CR by 500 ചെയ്യുമ്പോൾ ഒരു സീറ്റിന് എത്ര രൂപയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു സീറ്റിന് എത്ര രൂപയാണെന്ന് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന തിയേറ്ററിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് യൂണിറ്റ് ബേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 500 സീറ്റാണ്. തിയേറ്ററിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തിയേറ്ററിൽ നമ്മൾ സീറ്റിംഗ് കപ്പാസിറ്റി, സീറ്റിൻ്റെ എണ്ണമാണ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സീറ്റിൻ്റെ എണ്ണമാണ് നമ്പർ ഓഫ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ നമുക്ക് 500 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് നിർമ്മിക്കേണ്ടത്. സോ അവിടുത്തെ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് 500 ആണ്. ഇനി യൂണിറ്റ് റേറ്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ റീസെൻ്റായിട്ട് വേറൊരു സ്ഥലത്ത് 500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. സോ അതിന് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 CR ആയി. സോ 1 CR by 500 ചെയ്യുമ്പോൾ ഒരു സീറ്റിന് എത്ര രൂപയാണെന്ന് നമുക്ക് കിട്ടും. അതാണ് യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ആ യൂണിറ്റ് റേറ്റും നമ്പർ ഓഫ് യൂണിറ്റ്സും കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 CR/500 ചെയ്യുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. ഏകദേശം ഒരു എക്സ് എന്നൊരു വാല്യൂ കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ 1 CR/500 ചെയ്യുമ്പോൾ എക്സ് എന്ന വാല്യൂ കിട്ടി. അതായത് ഒരു സീറ്റിന് എക്സ് രൂപയായി. ഇനി നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന തിയേറ്ററിന് 500 സീറ്റാണ് ആവശ്യം. സോ 500 × എക്സ് എന്ന് ചെയ്യും. അതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ തിയേറ്റർ പറഞ്ഞു. തിയേറ്ററിലാണെങ്കിൽ ഒരു സീറ്റാണ് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് ഒരു സീറ്റിനെയാണ്. ഇനി സ്കൂളിലാണെങ്കിലോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. ഓക്കെ, സ്കൂൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. ഹോസ്പിറ്റലിലാണെങ്കിലോ ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബെഡായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. ഇപ്പോൾ യൂണിറ്റ് ബേസ് മെത്തേഡിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ഒരു ടൈപ്പാണ് യൂണിറ്റ് ബേസ് മെത്തേഡ്. യൂണിറ്റ് ബേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കാണാനായിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സീറ്റാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. സ്കൂളിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ബെഡാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്ലിന്ത് ഏരിയ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് പ്ലിന്ത് ഏരിയ മെത്തേഡ്. പ്ലിന്ത് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കാണാനായിട്ട് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇൻറ്റു പ്ലിന്ത് ഏരിയ റേറ്റ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കും. എന്നിട്ട് അതിൻ്റെ പ്ലിന്ത് ഏരിയ എടുക്കും. സോ എന്നിട്ട് ടോട്ടൽ കോസ്റ്റിന് പ്ലിന്ത് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റേറ്റിന്, അതായത് പ്ലിന്ത് ഏരിയ റേറ്റ് നമുക്ക് കിട്ടും. ആ പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ എത്രയാണോ അതിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ കൊണ്ട് നമുക്ക് കിട്ടിയ പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 2 നില ബിൽഡിംഗ് ആണ്, 2 നിലയുള്ള വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ സെയിം ഡിസൈനിലൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നതിന് അടുത്ത് റീസെൻ്റായിട്ട് പണിയൊക്കെ കഴിഞ്ഞു. സോ നമ്മൾ തീർച്ചയായും അതിൻ്റെ എത്ര കോസ്റ്റ് ആയിരുന്നു നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് അതിൻ്റെ പ്ലിന്ത് ഏരിയ എത്രയാണോ അത് നോക്കും. ഓരോ ഫ്ലോറും ഓരോ പ്ലിന്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ ഒരു 50 lakh ആയെന്ന് വെച്ചോ, 50 ലക്ഷമായെന്ന് വെച്ചോ. ദെൻ ആ 50 ലക്ഷത്തിന് പ്ലിന്ത് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, 50 ലക്ഷത്തിന് പ്ലിന്ത് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് നമുക്ക് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഒരു യൂണിറ്റിന്, അതായത് ഒരു m² നമുക്ക് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഇവിടെയും നമ്മൾ യൂണിറ്റ് ബേസ് മെത്തേഡ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ യൂണിറ്റ് ബേസ് മെത്തേഡിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എടുത്തു? സ്കൂളിൻ്റെ കണ്ടീഷനിൽ ഒരു സ്റ്റുഡൻറ്റ്, തിയേറ്ററിൻ്റെ കണ്ടീഷനിൽ ഒരു സീറ്റ്, ഹോസ്പിറ്റലിൻ്റെ കണ്ടീഷനിൽ ഒരു ബെഡായിട്ട് എടുത്തു. അതിന് പ്ലിന്ത് ഏരിയ മെത്തേഡ് വരുമ്പോൾ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇൻറ്റു പ്ലിന്ത് ഏരിയ റേറ്റ്. അതായത് ഇപ്പം ഒരു m² അല്ലെങ്കിൽ ഒരു m³ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാകും എന്ന് പറയൂലേ, അതുപോലെ നമ്മൾ പ്ലിന്ത് ഏരിയ വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇൻറ്റു നമ്മൾ ആ റേറ്റ് ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷന് ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ അടുത്ത മെത്തേഡാണ് ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡ്. നമ്മളിപ്പോൾ ഈ പ്ലിന്ത് ഏരിയയിൽ പറഞ്ഞു, പ്ലിന്ത് ഏരിയയിൽ ഏരിയയാണ് പറയുന്നത്. ഓക്കെ, പ്ലിന്ത് ഏരിയയാണ് പറയുന്നത്, അതായത് നീളം, വീതി, ഹൈറ്റ് എന്ന ഡയമെൻഷൻ അവിടെ പറയുന്നില്ല. സോ ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡിലോട്ട് വരുമ്പോൾ ആ ഒരു ഹൈറ്റ് എന്ന ഡയമെൻഷനും കൂടെ പറയുന്നു. അതാണ് ക്യൂബിക്കൽ കണ്ടൻറ്റ് വോളിയം എന്ന് പറയുന്നത്. വോളിയം, ഓക്കെ, അതാണ് വോളിയം പറയുന്നത്. ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ക്യൂബിക് റേറ്റ്. അതായത് ഒരു m³, നമ്മളിപ്പോൾ പ്ലിന്ത് ഏരിയയിൽ ഒരു m² ഇത്ര രൂപയാകും എന്നാണ് കണ്ടുപിടിച്ചത്. അതായത് നമ്മൾ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിന് 50 ലക്ഷം എന്ന് പറഞ്ഞു. ആ 50 ലക്ഷത്തിന് പ്ലിന്ത് ഏരിയ ഇപ്പോൾ ഒരു 20 m², എക്സാമ്പിൾ പറയുകയാണ്, പ്ലിന്ത് ഏരിയ 20 m² എന്ന് എടുക്കുന്നു. സോ ഈ 50 ലക്ഷത്തിന് 20 m² കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടുന്നു. ദെൻ നമ്മുടെ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇപ്പോൾ ഒരു 25 m² എന്ന് വെച്ചോ, 25 m² എന്ന് വെച്ചോ. ദെൻ ഈ 25നെ നമ്മൾ ഈ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡും. ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡിൽ നമ്മൾ ഹൈറ്റ് കൂടെ എടുക്കും, അതായത് വോളിയമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ക്യൂബിക് റേറ്റ്.
ഒരു മീറ്റർ ക്യൂബിന് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ റേറ്റ് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ദെൻ അടുത്തതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. ഓക്കെ, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നമ്മളിങ്ങനെയാണ്, പ്ലിന്ത് ഏരിയ ആണെങ്കിൽ ഏരിയ എടുക്കുന്നു, ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡ് ആണെങ്കിൽ മീറ്റർ ക്യൂബ് വോളിയം എടുക്കുന്നു, ദെൻ യൂണിറ്റ് ബേസ് മെത്തേഡിലാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇനി ഈ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കും. ഒരു ബിൽഡിങ്ങിൻ്റെ വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, റീസെൻ്റായിട്ട് ബിൽഡ് ചെയ്ത ഒരു കെട്ടിടമുണ്ട്, അതിൻ്റെ കോസ്റ്റ് നമ്മൾ എടുക്കും. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെയും ടോട്ടൽ വാൾ ലെങ്ത് എടുക്കും. ടോട്ടൽ വാൾ ലെങ്ത് എടുത്തിട്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ഒരു 25 ലക്ഷം രൂപയായെന്ന് വെച്ചോ, 25 ലക്ഷം രൂപ ചിലവായി. എന്നിട്ട് ആ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ വാളിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 100 മീറ്റർ എന്ന് വെച്ചോ, 100 മീറ്റർ എന്ന് വെച്ചോ. സോ ഈ 25 ലക്ഷത്തിന് 100 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഒരു ആൻസർ കിട്ടും. അത് ഒരു മീറ്ററിന് എത്രയായെന്ന് കിട്ടും. ഓക്കെ, 25 ലക്ഷമാണ് ആ വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ടോട്ടൽ എമൗണ്ട് ആയത്. അതിനെ നമുക്ക് ആ ബിൽഡിങ്ങിലെ വാളിൻ്റെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിന് എത്ര രൂപയാകും എന്ന് നമുക്ക് കിട്ടും. അതാണ് റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഓഫ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ടോട്ടൽ വാൾ ലെങ്ത് എടുക്കും. ടോട്ടൽ വാൾ ലെങ്ത് ഇൻ മീറ്ററിലെടുക്കും. അതിന് റേറ്റ് പെർ റണ്ണിങ് മീറ്റർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ്, ആദ്യത്തേത് യൂണിറ്റ് ബേസ് മെത്തേഡ്. യൂണിറ്റ് ബേസ് മെത്തേഡിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ, ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബെഡാണ്. ദെൻ സ്കൂളാണെങ്കിലോ ഒരു സ്റ്റുഡൻ്റ് ആണ്. തിയേറ്റർ ആണെങ്കിൽ ഒരു സീറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. ദെൻ അടുത്ത് പ്ലിന്ത് ഏരിയ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുന്നത്. അവിടെ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇൻറ്റു പ്ലിന്ത് ഏരിയ റേറ്റ്. ഓക്കെ, ദെൻ അടുത്തത് ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡാണ്. അവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ക്യൂബിക് റേറ്റ്. ഓക്കെ, ദെൻ അടുത്തത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ വാളിൻ്റെ ലെങ്ത് മീറ്ററിൽ നമ്മൾ എടുത്തിട്ട് ഒരു മീറ്ററിന് എത്ര രൂപയാകും എന്ന് കണ്ടെത്തിയിട്ട് അതുകൊണ്ട് ഇൻറ്റു ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ആക്യുറസി കുറഞ്ഞത്, ലീസ്റ്റ് ആക്യുറസി എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയ മെത്തേഡാണ്. ഓക്കെ, പ്ലിന്ത് ഏരിയ മെത്തേഡാണ് ലീസ്റ്റ് ആക്യുറസി. ഓക്കെ, ലീസ്റ്റ് ആക്യുറസി ഏതാണെന്ന് ചോദിച്ചാൽ പ്ലിന്ത് ഏരിയ മെത്തേഡാണ്. ഇനി ഈ 3 അതിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ 4 മെത്തേഡിൽ ഏറ്റവും ആക്യുറസി ഏതെന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ് ആക്യുറസി. ഓക്കെ, ഏറ്റവും ആക്യുറസി ഉള്ളത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിനാണ്. ലീസ്റ്റ് ആക്യുറസി ഏതെന്ന് ചോദിച്ചാൽ പ്ലിന്ത് ഏരിയ മെത്തേഡാണ്. ഓക്കെ, അത് പ്രിലിമിനറി എസ്റ്റിമേറ്റിലാണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി ഏതെന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ്. ഏറ്റവും കുറവ് ആക്യുറസി ഏതെന്ന് ചോദിച്ചാൽ പ്ലിന്ത് ഏരിയ മെത്തേഡിനാണ്. അടുത്ത് നോക്കേണ്ടതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് നമ്മൾ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് എന്തെന്ന് പറയുന്നു, ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കോണ്ടിജൻസീസ് എന്ന വാല്യൂ ഉണ്ട്. കോണ്ടിജൻസീസ് 3 to 5% ആണ്. ഓക്കെ, പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ എത്രയായിരുന്നു, 5 to 10% ആയിരുന്നു. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കോണ്ടിജൻസീസിൻ്റെ വാല്യൂ 3 to 5% ആണ് വരുന്നത്. ഓക്കെ, 3 to 5%. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെറുതെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്നോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നോ പറയാതെ ഒരു കോണ്ടിജൻസീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൻസർ 3 to 5% ആണ്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു അപ്രൂവലിന് വേണ്ടി ഒരു എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷനാണ് കൊടുക്കുന്നത്. സോ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്നോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നോ എടുത്ത് ചോദിച്ചിട്ടില്ല എങ്കിൽ കോണ്ടിജൻസീസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൻസർ ഈ 3 to 5% ആണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം അതിലത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2
രണ്ട് ഫോമിലാണ്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമുണ്ട്, അതുപോലെ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമുണ്ട്. ഈ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നമ്മൾ എന്തൊക്കെ വർക്കാണോ ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റീസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ്. ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നമ്മൾ ഓരോ വർക്കിൻ്റെയും ക്വാണ്ടിറ്റീസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിലായിരിക്കും നമ്മൾ അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എമൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തേതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ അതിൻ്റെ ടേബുലർ കോളമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിലാദ്യം സീരിയൽ നമ്പർ ഉണ്ടാവും, ദെൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ദെൻ നമ്പർ ഉണ്ടാവും. അതായത് സീരിയൽ നമ്പർ ഇപ്പോൾ ഉണ്ടെന്ന് വെച്ചോ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബ്രിക്ക് വർക്ക്. ഓക്കെ, ബ്രിക്ക് വർക്ക് ഒന്നായിരിക്കും നമ്പർ. അതിൻ്റെ ടോട്ടൽ ലെന്ത്. ഓക്കെ, ടോട്ടൽ ലെന്ത് എടുക്കുന്നു, ദെൻ അതിൻ്റെ ബ്രെഡ്ത്ത് എടുക്കുന്നു, ദെൻ ഡെപ്ത് ഓർ ഹൈറ്റ് എടുക്കുന്നു. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു ഡി ഓർ എച്ച്, ഡെപ്ത് ഓർ ഹൈറ്റ്, ഇത്രയും വാല്യൂസ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി കിട്ടുന്നത്. പിന്നെ റിമാർക്ക്, നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് എഴുതാനുണ്ടെങ്കിൽ അവിടെ റിമാർക്ക് നമുക്ക് പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ ഇത്രയും ഹെഡിങ്സ് ആണ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ഇത് ചോദിച്ചെന്ന് വരാം. ഈ ഒരു ക്രമം ഓർമ്മിക്കുക. ആദ്യം സീരിയൽ നമ്പർ, ദെൻ ഡിസ്ക്രിപ്ഷൻ, ദെൻ നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത് ഓർ ഹൈറ്റ്, ദെൻ ക്വാണ്ടിറ്റി, റിമാർക്ക്. ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് നമ്പർ ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു ഡെപ്ത് ഓർ ഹൈറ്റ്. ഇവിടെ നമ്പർ നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 അല്ലെങ്കിൽ 4 അങ്ങനെയൊക്കെ നമ്പർ വരാം. അതുകൊണ്ടാണ് ഈ നമ്പർ കൂടെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അതാണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം. അപ്പോൾ നമുക്കിവിടെ ക്വാണ്ടിറ്റി കിട്ടി. ഈ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി കിട്ടി. ദെൻ ആ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലും ഇതുപോലെ സീരിയൽ നമ്പർ ഉണ്ട്, ദെൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ദെൻ ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിലുള്ള ലാസ്റ്റ് പറയുന്ന ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ നിന്ന് കിട്ടുന്നത് എത്രയാണോ ക്വാണ്ടിറ്റി, ആ വാല്യൂസാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇവിടെ ഈ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതുന്നത്. ദെൻ ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്കവേഷനാണ് എടുക്കുന്നത് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ എക്സ്കവേഷനാണ് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി ഒരു 3 ഇട്ടു, യൂണിറ്റ് മീറ്റർ ക്യൂബ്. നമുക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് അറിയാം. എക്സ്കവേഷൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്? മീറ്റർ ക്യൂബിലാണ് ചെയ്യുന്നത്. സോ അവിടെ മീറ്റർ ക്യൂബ്. ദെൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്യൂബിന് ഈ റേറ്റ് പെർ യൂണിറ്റ് റേറ്റും, ഇത് റേറ്റിൻ്റെ കോളമാണ്. ദെൻ ഇത് റേറ്റ് പെർ യൂണിറ്റ് റേറ്റ്. അതായത് നമ്മളിവിടെ ഈ ഒരു ഫോമിൽ എഴുതുന്നത് 1 മീറ്റർ ക്യൂബിനാണോ അല്ലെങ്കിൽ 10 മീറ്റർ ക്യൂബിനാണോ എന്ന് എഴുതുന്നതാണ് ഈ 2 കോളം. അതായത് 1 മീറ്റർ ക്യൂബ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് എന്ന് ഇവിടെ എഴുതുന്നു. ഈ 1 മീറ്റർ ക്യൂബിന് എത്ര രൂപയാണ്? ഇപ്പോൾ ഒരു 400 രൂപ എന്ന് എഴുതുന്നു ഞാൻ. ഓക്കെ, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. 1 മീറ്റർ ക്യൂബിന് 400 റുപ്പീസ്. ദെൻ എമൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്വാണ്ടിറ്റി, ഇവിടുത്തെ ഈ ക്വാണ്ടിറ്റിയും റേറ്റും നമ്മൾ ഇൻഡ്യൂ ചെയ്യും. ഈ എമൗണ്ട് കാണാനായിട്ട് ഈ റേറ്റും ക്വാണ്ടിറ്റിയും നമ്മൾ ഇൻഡ്യൂ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ 10 മീറ്റർ ക്യൂബ്. ഓക്കെ, 10 മീറ്റർ ക്യൂബിനാണ് നമ്മളിപ്പോൾ ഒരു 800 എന്നെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ. അതാണ് ഇവിടെ പെർ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഈ കോളം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന 1 മീറ്റർ ക്യൂബിന് അല്ലെങ്കിൽ 10 മീറ്റർ ക്യൂബിന് എത്രയാണോ റേറ്റ്, ആ റേറ്റാണ് ഇവിടെ എഴുതേണ്ടത്. ഈ പെർ യൂണിറ്റ് റേറ്റിൽ ഈ ഒരു പോർഷനാണ് നമ്മൾ എഴുതുന്നത്. 1 മീറ്റർ ക്യൂബാണോ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ 400 എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബിനാണ്, ഈ 800 എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബിനാണ് എന്ന പോർഷനാണ് ഈ പെർ യൂണിറ്റ് റേറ്റിൽ എന്ന കോളത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ഇൻറ്റു ഈ റേറ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എമൗണ്ട് കിട്ടും. അത്രയാണ് അങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ എസ്റ്റിമേഷൻ്റെ പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേഷൻ കോണ്ടിജൻസീസ് എത്രയാണ്? കോണ്ടിജൻസീസ് 3 to 5% ആണ്. 3 to 5% ആണ്. അതിൽ നമ്മൾ 2 ഫോമായിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിലാണ്. ഓരോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിലും, എമൗണ്ട് നമ്മൾ ചെയ്യുന്നത് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിലാണ്. ഓക്കെ, എമൗണ്ട് നമ്മൾ ചെയ്യുന്നത് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിലാണ്. ആ 2 ഫോമിലുള്ള ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം, അതിൻ്റെ ക്രമവും നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ്. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ് ആണ് നോക്കേണ്ടത്.
അതിൽ ആദ്യത്തേതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഓക്കെ, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനിടയ്ക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് വന്നെന്ന് വെച്ചോ, എങ്കിൽ ആ അഡീഷണൽ വർക്കിന് വേണ്ടി നമ്മൾ ഒരു എസ്റ്റിമേഷൻ ചെയ്യണം. ആ എസ്റ്റിമേഷനെയാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ സപ്ലിമെൻ്ററി എസ്റ്റിമേഷൻ ചെയ്തിട്ട് നമ്മൾ ടെക്നിക്കൽ സാങ്ഷനൊക്കെ വീണ്ടും അതിന് സെപ്പറേറ്റ് വാങ്ങണം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പയർഡ് വെൻ അഡീഷണൽ വർക്ക് റിക്വയർഡ് ടു സപ്ലിമെൻറ്റ് ദ ഒറിജിനൽ വർക്ക്. ഇപ്പോൾ നമ്മളൊരു ഒരു വർക്ക് നേരത്തെ എസ്റ്റിമേഷൻ ചെയ്ത ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അഡീഷണലായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ആ അഡീഷണൽ വരുന്ന വർക്കിനെ നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെയാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വീണ്ടും ടെക്നിക്കൽ സാങ്ഷനൊക്കെ വാങ്ങി അങ്ങനത്തെ പ്രൊസീജിയറൊക്കെ ചെയ്യണം. ദെൻ അടുത്ത ടൈപ്പാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, എസ്റ്റിമേറ്റിന് നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്യും. ഓക്കെ, ഈ എസ്റ്റിമേറ്റ് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കണ്ടീഷനുണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങുമ്പോൾ അപ്പോഴും നമ്മളൊരു എസ്റ്റിമേറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ. ആ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എസ്റ്റിമേഷനിലുള്ള എമൗണ്ടിനെക്കാളും നമ്മൾ ഒരു വർക്ക് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ലാസ്റ്റ് സ്റ്റേജിൽ ആകുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് കൊടുത്ത എസ്റ്റിമേഷനിലുള്ള എമൗണ്ടിനെക്കാളും 10% കൂടിക്കഴിഞ്ഞാൽ ആ എസ്റ്റിമേറ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ വർക്ക് എക്സീഡ് ഓർ ലൈക്ലി ടു ബി എക്സീഡ് ദ എമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ മോർ ദാൻ 10%. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ഒന്നുകൂടെ പറയുന്നു, നമ്മളൊരു വർക്ക് ഒരു ബിൽഡിംഗ് ഒരു കൺസ്ട്രക്ഷൻ കഴിയാറായി അല്ലെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയെന്ന് വെച്ചോ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് സ്പെൻഡ് ആയെന്ന് നമുക്കപ്പോൾ അറിയാൻ പറ്റും. സോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് കൊടുത്ത എമൗണ്ടില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്മൾ ഒരു എസ്റ്റിമേഷൻ സബ്മിറ്റ് ചെയ്യും. ആ എസ്റ്റിമേഷനിൽ പറഞ്ഞ എമൗണ്ടിനെക്കാളും 10% കൂടുതലാണ് ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എങ്കിൽ നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മൾ ടെക്നിക്കൽ സാങ്ഷനും ഒരു എസ്റ്റിമേഷനും കൊടുക്കും. ആ എസ്റ്റിമേഷനും ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ആ കോസ്റ്റിനേക്കാളും നമ്മൾ ടെക്നിക്കൽ സാങ്ഷന് കൊടുക്കുന്ന എസ്റ്റിമേഷനിലുള്ള കോസ്റ്റിനേക്കാളും 5% കൂടുതലാണെങ്കിൽ നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് വെൻ ദ ടെക്നിക്കൽ സാങ്ഷൻ എസ്റ്റിമേറ്റ് എക്സീഡ് ബൈ മോർ ദാൻ 5%. രണ്ടാമത്തെ കണ്ടീഷനാണ്, നമ്മൾ ടെക്നിക്കൽ സാങ്ഷന് കൊടുക്കുന്ന എസ്റ്റിമേഷനിലുള്ള എമൗണ്ടിനേക്കാളും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വന്നപ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 5% കൂടി, ടെക്നിക്കൽ സാങ്ഷന് കൊടുത്ത എമൗണ്ടിനേക്കാളും 5% കൂടി, എന്നാൽ നമ്മൾ ആ എസ്റ്റിമേറ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷനാണ്, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ മെറ്റീരിയലിൽ എന്തെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ എസ്റ്റിമേഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മെറ്റീരിയൽസ് മാറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ടിൽ വേരിയേഷൻ വന്നില്ലെങ്കിലും നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് വെൻ ദെയർ ഈസ് എ മെറ്റീരിയൽ ഡീവിയേഷൻ ഫ്രം ദ ഒറിജിനൽ പ്രൊപ്പോർഷൻ ഈവൻ ദോ ദ കോസ്റ്റ് മേ ബി മെറ്റ് ഫ്രം എ സാങ്ഷൻഡ് എമൗണ്ട്. ഓക്കെ, അതാണ് 3 പോയിന്റ്. അപ്പോൾ റിവേഴ്സ്ഡ് എസ്റ്റിമേഷൻ ചെയ്യുന്ന 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞുകയോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴോ നമുക്ക് എത്ര ചിലവായെന്ന് അറിയാൻ പറ്റും. സോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് കൊടുത്ത എമൗണ്ടിനേക്കാളും 10% കൂടുതലായാണ് ഇപ്പോൾ ചിലവായതെങ്കിൽ നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷന് കൊടുത്ത എസ്റ്റിമേഷനേക്കാളും 5% കൂടുതലാണ് ചിലവെങ്കിൽ നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഡീവിയേഷൻ വരുമ്പോഴും എസ്റ്റിമേഷൻ റിവൈസ് ചെയ്യും. ഈ മെറ്റീരിയൽ ഡീവിയേഷൻ വരുമ്പോൾ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടിയാലും കുറഞ്ഞാലും, അതായത് ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ മാറ്റം വന്നില്ലെങ്കിലും നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സാധാ വാങ്ങുമ്പോൾ ടെക്നിക്കൽ സാങ്ഷനൊക്കെ ഒന്നേന്ന് വാങ്ങുക. ഓക്കെ, അതാണ് റിവൈസ്ഡ് എസ്റ്റിമേഷനിൽ പറയുന്നത്. അടുത്തതാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ തന്നെ കുറേ പാർട്സ് ഉണ്ടാവും, കുറേ പാർട്ട് ബിൽഡിംഗ് ഉണ്ടാവും. അതായത് ഒരു ബിൽഡിംഗ് കുറേ ഫുള്ള് വാർഡായിരിക്കും, അടുത്ത ബിൽഡിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആയിരിക്കും, പിന്നെ അടുത്ത ബിൽഡിംഗ് ലാബായിരിക്കും. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരു വാർഡ് ഉള്ള ഒരു ബിൽഡിംഗ് ഫുള്ളും വേണ്ട എന്ന് വെച്ചു. ഒരു വാർഡ് ഉള്ള ഒരു ബിൽഡിംഗ് ഫുള്ളും അവിടെ വേണ്ടെന്ന് വെച്ചാൽ അബട്ട്മെൻറ്റ് ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ റിമൈനിങ് ചെയ്യാനുള്ള വർക്കിൻ്റെ കോസ്റ്റ് ടോട്ടൽ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഒരു എമൗണ്ട്. ഇപ്പം റിമൈനിങ് ചെയ്യാനുള്ള വർക്കിൻ്റെ കോസ്റ്റ് ടോട്ടൽ വർക്കിൻ്റെ കോസ്റ്റിനേക്കാളും 95% കുറവാണെങ്കിൽ നമ്മൾ ആ എസ്റ്റിമേഷൻ ഒന്നുകൂടെ ചെയ്യും. അപ്പോഴാണ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യാണ്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് വെൻ ദ വർക്ക് ഈസ് പാർഷ്യലി അബണ്ടൻറ്റ് ആൻഡ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഈസ് ലെസ് ദാൻ 95% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഒറിജിനൽ വർക്ക്. അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലടാ, ഇതൊരു കോമ്പൗണ്ട് എന്ന് വെച്ചോ, ഇതൊരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ ബിൽഡിങ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഓരോ ബിൽഡിങ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചോ, ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത്രയും പോർഷൻ, ഓക്കെ, ഈ ഒരു ബിൽഡിങ് നമുക്ക് വേണ്ടാന്ന് തോന്നി, ഈ ഒരു ബിൽഡിങ് നമ്മൾ ഒഴിവാക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഇത്രയും ബിൽഡിങ്ങിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ വർക്കിൻ്റെ ഈ നമ്മൾ ഒഴിവാക്കിയ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റോടെ കൂട്ടിയായിരിക്കും നമ്മൾ ആദ്യം എസ്റ്റിമേഷൻ എടുത്തിരിക്കുന്നത്. സോ ദെൻ പിന്നീടാണ് നമ്മൾ ഇടയ്ക്ക് വെച്ചാണ് ഈ ഒരു ബിൽഡിങ് നമ്മൾ വേണ്ടാന്ന് വെച്ചത്. ബാക്കിയുള്ള ഇത്രയും ബിൽഡിങ്ങിൻ്റെ റിമൈനിങ് വർക്ക് ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈ ടോട്ടൽ കോസ്റ്റിനേക്കാളും 95% കുറവാണെങ്കിൽ നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ വർക്ക് ഈസ് പാർഷ്യലി അബണ്ടൻറ്റ് ആൻഡ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഈസ് ലെസ് ദാൻ 95% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഒറിജിനൽ വർക്ക്. ഓക്കെ, ദെൻ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് ദെൻ പ്രിപ്പയർഡ് ആൻഡ് ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ ഓഫ് ദ കമ്പോണൻ്റ് അതോറിറ്റി ഒബ്റ്റൈൻഡ്. ഓക്കെ, കോമ്പറ്റൻ്റ് അതോറിറ്റി ഈസ് ഒബ്റ്റൈൻഡ്. നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നേന്ന് ടെക്നിക്കൽ സാങ്ഷനൊക്കെ വാങ്ങിച്ച് അപ്രൂവലാക്കി എടുക്കും. ഓക്കെ, അതാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വരുന്നത്. അടുത്തതാണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഓരോ ആനുവലി നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളൊരു വർഷമാകുമ്പോൾ പെയിൻറ്റിങ് ചെയ്യണം. പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മളത് എത്ര രൂപയാകുമെന്ന് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യും. അതിനാണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ഫോർ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്ക്. അത്രയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ്റെ ടൈപ്സ് വരുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ. ഓക്കെ, മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന ടൈമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനിൽ നമുക്കറിയാം എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് നമുക്ക് എത്ര മെത്തേഡുണ്ട്? 2 മെത്തേഡുണ്ടല്ലോ. എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്. പിന്നെ രണ്ടാമത്തേതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മെത്തേഡ്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ ഒരു ഫോർമുല ചോദിക്കും. ഓക്കെ, നമ്മൾ ഫോർമുലയും ചോദിക്കും. ദെൻ ചെറിയ ഇപ്പോൾ ഒരു റൂമൊക്കെ തന്നിട്ട്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു റൂം തന്നിരിക്കും, അതിന് വാൾ തിക്നെസ് ഒക്കെ തന്നിരിക്കും. അതിന് ആവശ്യമായ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാണാനോ, ബ്രിക്ക് വർക്കിൻ്റെ എസ്റ്റിമേഷൻ കാണാനോ, അല്ലെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ എസ്റ്റിമേഷൻ കാണാനോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അത് ഈ ഫസ്റ്റ് ഗ്രേഡ് AE ആ ഒരു ലെവലിലുള്ള എക്സാമിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഫോർത്ത് ഗ്രേഡ് 2-നും 3-ക്കും ഒക്കെ ഈ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അതിലോട്ട് വരാം. ആദ്യത്തെ മെത്തേഡാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്. ഓക്കെ, ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഡ്രോയിങ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വാൾ തിക്നെസ് വരുന്നത് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്ററാണ്. ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്ററാണ്. ദെൻ ഇവിടെയും വാൾ തിക്നെസ് 20 ആണ്. ഓക്കെ, ഇവിടെയും വാൾ തിക്നെസ് 20 ഇവിടുത്തെ ഡിസ്റ്റൻസ് 300 സെൻറ്റിമീറ്ററാണ്. ഇവിടെ വാൾ തിക്നെസ് 20 ഇവിടുത്തെ ഡിസ്റ്റൻസ് 300 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇവിടെ 20 സെൻറ്റിമീറ്ററാണ് വാൾ തിക്നെസ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ എസ്റ്റിമേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എർത്ത് വർക്ക് എക്സ്കവേഷന് നമ്മൾ ഏത് രീതിയിൽ എസ്റ്റിമേഷൻ എടുക്കാം എന്ന രീതിയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ഓക്കെ, ആദ്യം ഫോർമുല പറയാടാ. ഇപ്പോഴത്തെ ഫോർമുല പറയുന്നത് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡാണ്. ഓക്കെ, ലോങ് വാളിനാണെങ്കിൽ ലെങ്ത് ഓഫ് ലോങ് വാൾ കാണാനായിട്ട് ലെങ്ത് ഓഫ് ലോങ് വാൾ ഈക്വൽ ടു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ്
വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡാണ്. ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡാണ് ലോങ് വാളിൻ്റെ ഫോർമുല. ഇനി ഷോർട്ട് വാളിൻ്റെ കേസിൽ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കാണാനായിട്ട് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, അതാണ് ഷോർട്ട് വാളിൻ്റെ കേസിൽ. അപ്പോൾ ലോങ് വാളിൻ്റെ ഫോർമുല വരുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഷോർട്ട് വാളിൻ്റെതാണെങ്കിലോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ആ പ്ലസ് മൈനസ് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ എർത്ത് വർക്ക് എസ്റ്റിമേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, എർത്ത് വർക്ക് എസ്റ്റിമേഷൻ നമുക്കറിയാം. ഇവിടെ നമ്മൾ ഇതാണ് വാളിൻ്റെ സെൻറ്റർ ലൈൻ. ഈ ഡോട്ടിട്ട് വരച്ചിരിക്കുന്നതാണ് വാളിൻ്റെ സെൻറ്റർ ലൈൻ. ഈ സെൻറ്റർ ലൈനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. സോ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. 120 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് ഇത് വാളിൻ്റെ സെൻറ്റർ, ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് 60, ഇങ്ങോട്ട് 60, അങ്ങനെ 120 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ഇനി ലോങ് വാൾ, ഈ ഡ്രോയിങ്ങിൽ എത്ര ലോങ് വാളുണ്ട്? ഇപ്പം ഞാൻ വരച്ച ഇതൊരു ലോങ് വാളാണ്, അതുപോലെ ഇതും ഒരു ലോങ് വാളാണ്. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. ഈ വാളിൻ്റെ ഇത് മുതൽ ഇതുവരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. അതിനോട് കൂടെ ഹാഫ് വിഡ്ത്ത് ഓഫ് ബോത്ത് സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. അതായത് ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇത് സെൻറ്റർ, ഈ സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ളതാണ് ഹാഫ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെയാണ് ഹാഫ് വിഡ്ത്ത്. അതായത് എത്ര ആയിരിക്കും? അത് 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും ഇതാണ് സെൻറ്റർ, ഈ സെൻറ്റർ മുതൽ ഇതുവരെയുള്ളത് എത്രയായിരിക്കും? 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഹാഫ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഇവിടുത്തെ ഈ ഷോർട്ട് വാളിൻ്റെ കൂടെ വരച്ച് കഴിഞ്ഞാലടാ, ഈ ഷോർട്ട് വാളിന് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും? ഷോർട്ട് വാളിന് ഇത്രയും ഡയമെൻഷൻ മാത്രമേ നമ്മൾ വരയ്ക്കുള്ളൂ. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഷോർട്ട് വാളുണ്ട്, ഇവിടെയും ഷോർട്ട് വാളുണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രോയിങ്ങിൽ 3 ഷോർട്ട് വാളും 2 ലോങ് വാളും ഉണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ ഷോർട്ട് വാളിൽ നമ്മൾ ഇത് മുതൽ ഇതുപോലെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുത്തത്. ഓക്കെ, അതായത് ഇതാണ് വാളിൻ്റെ സെൻറ്റർ ലൈൻ. ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്രയാണോ 60, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണോ 60. സോ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ ഹാഫ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് എടുത്തതല്ലേ. അപ്പോൾ ലോങ് വാൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ലോങ് വാളും ഉണ്ട്. ഈ ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ളത്. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഹാഫ് വിഡ്ത്ത്, അതായത് എത്രയാണ്? ഇത് 60. ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഈ സെൻറ്റർ മുതൽ ഇതുവരെയുള്ള ഹാഫ് വിഡ്ത്ത്, അത് എത്രയാണ്? 60. അങ്ങനെ 120 പ്ലസ് ഇത് മുതൽ ഇതുവരെ എത്ര ഡിസ്റ്റൻസ് ആണോ അത്രയും മതി. ദെൻ അങ്ങനെ നമുക്ക് ഒരു സൈഡുള്ള ലോങ് വാളിൻ്റെ ഡയമെൻഷൻ കിട്ടി, ലെങ്ത് കിട്ടി. ഈ ലെങ്തിന് 2 ലോങ് വാൾ ഉള്ളത് കൊണ്ട് ആ ലെങ്ത് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഫുള്ള് ലോങ് വാളിൻ്റെ ലെങ്ത് കിട്ടും. അതുപോലെയാണ് ഷോർട്ട് വാൾ മെത്തേഡ്. ഷോർട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഷോർട്ട് വാൾ ഞാൻ പറഞ്ഞു ഇത്രയും പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്താണ്? ഇതിന് മുകളിലോട്ടുള്ള പോർഷൻ നമ്മൾ ഈ ലോങ് വാളിൽ എടുത്തു. ഓക്കെ, ഇത്രയും പോർഷനാണ് നമ്മൾ ലോങ് വാളിൽ എടുക്കുന്നത്. അതായത് ഇത്രയും പോർഷൻ. അതുപോലെ തന്നെ ഇവിടെയും ഇത്രയും പോർഷനാണ് നമ്മൾ ഷോർട്ട് വാളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും പോർഷനാണ് നമ്മൾ ഷോർട്ട് വാളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഈ സെൻറ്റർ, വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 60 ഇങ്ങോട്ട് 60. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഷോർട്ട് വാളിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ഫോർമുല പറഞ്ഞു, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറയുമ്പോൾ എത്രയാണ്? ഈ സെൻറ്റർ മുതൽ, ഓക്കെ ഇതാണ് സെൻറ്റർ, ഈ സെൻറ്റർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കും. ദെൻ മൈനസ് ചെയ്യുക എന്താണ്? ഹാഫ് വിഡ്ത്ത് ഓഫ് ബോത്ത് സൈഡ്, ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് നമ്മൾ മൈനസ് ചെയ്യുകയാണ്. സോ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഇത്രയും പോർഷൻ അങ്ങ് പോകും. ഓക്കെ, ഇത്രയും പോർഷൻ മൈനസ് ആകും. അതായത് ഇവിടത്തെയും പോർഷൻ മൈനസ് ആയി പോകും. അതാണ് അവിടെ മൈനസ് വരുന്നത്. ഷോർട്ട് വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ മൈനസ് വരാൻ കാരണം അതാണ്. ഓക്കെ, നമുക്ക് ഇത്രയും പോർഷൻ എസ്കവേഷൻ മതി ഷോർട്ട് വാൾ എടുക്കുമ്പോൾ. കാരണം എന്താണ്? ഈ ഒരു പോർഷൻ ഓക്കെ, ഈ ഒരു പോർഷൻ്റെത് നമ്മൾ ലോങ് വാൾ എടുത്തപ്പോൾ എടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പോർഷൻ നമ്മൾ ലോങ് വാൾ എടുത്തപ്പോൾ എടുത്തു, അല്ലേ?
സോ ഷോർട്ട് വാൾ നമ്മൾ എടുത്തെടുക്കുമ്പോൾ ഇത്രയും പോർഷൻ മതി, ഇത്രയും പോർഷൻ നമ്മൾ എസ്കിവേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ട് ബാക്കി നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ പക്ഷേ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെ എടുക്കും. സോ ബാക്കി ഇവിടെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കണം. സോ അതാണ് ഇവിടുത്തെ 60, അതാണ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ബോത്ത് സൈഡ് എന്ന് പറയുന്നത്. സോ ദെൻ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും പോർഷൻ കിട്ടും. ദെൻ അതുകൊണ്ട് ഇവിടെ 3 ഷോർട്ട് വാളുണ്ട്, 1 2 3 3 ഷോർട്ട് വാളുണ്ട്. ഇവിടുത്തെ കിട്ടുന്ന ലെങ്ത് വെച്ചിട്ട് 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഷോർട്ട് വാളുണ്ടോ അത്രയും 3 ഷോർട്ട് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ലോങ് വാളിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ 2 ലോങ് വാളുണ്ട്. ഓക്കെ, 2 ലോങ് വാളുണ്ട്. ഇതൊരു ലോങ് വാളാണ്, ഇതൊരു ലോങ് വാളാണ് അല്ലേ. സോ നമ്മൾ ലോങ് വാൾ എടുത്തു കഴിഞ്ഞാൽ എസ്കിവേഷന് വേണ്ടിയിട്ട് നമ്മൾ എസ്കിവേറ്റ് ചെയ്യുന്നത് വാളിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഇപ്പോൾ ഒരു എസ്കിവേറ്റ് ചെയ്യേണ്ടത് 120 അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ അതുകൊണ്ട് വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് 60 എടുക്കും, ഇങ്ങോട്ട് 60 എടുക്കും. സോ ദെൻ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 60 എടുക്കും, ഇങ്ങോട്ട് 60 എടുക്കും. ഓക്കെ, ദെൻ നമ്മൾ വാളിൻ്റെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു. ദെൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്, പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. അതായത് നമ്മളിപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണുള്ളത് അല്ലേ. സോ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കൂടെ വേണം. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തത്. സോ നമുക്ക് ഇത്രയും ലെങ്ത് കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 120 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും, ഇവിടെ 60 വരും, ഇവിടെ 60 വരും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എക്സ് ആണെങ്കിൽ ഇത്രയും ഹാഫ് വിഡ്ത്ത് ഓൺ ബോത്ത് സൈഡ് എന്ന് പറയുമ്പോൾ 60 + 60 120 വരും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലോങ് വാളിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ 120 + 60 ആയിരിക്കും. 120 പ്ലസ് നമ്മൾ ഇതുവരെ ഈ നീളം പറഞ്ഞ് പ്ലസ് എക്സ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഇത് മുതൽ ഇതുവരെയുള്ള, അതായത് ഈ വാളിൻ്റെ സെൻറ്റർ മുതൽ ഈ വാളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ, ഞാനിവിടെ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഈ വാളിൻ്റെ സെൻറ്റർ മുതൽ ഈ വാളിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ പ്ലസ്, അതായത് ആ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എക്സ്, ആ എക്സ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 60, ഇവിടെ 60. സോ 120 പ്ലസ് എക്സ് എന്ന് കിട്ടും. ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും, ലെങ്ത് കിട്ടും. അത് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈ 2 ലോങ് വാളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഷോർട്ട് വാളിന് ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ മതി. സാധാരണ നമ്മൾ ഷോർട്ട് വാൾ എടുക്കുന്നത്, ഷോർട്ട് വാൾ എടുക്കുന്നത് പറഞ്ഞാൽ ഈ സെൻറ്റർ മുതൽ ഇത്രയും ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ലോങ് വാൾ എടുത്തപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ എടുത്തു, ഇവിടത്തുള്ളയും ഇത്രയും പോർഷൻ നമ്മൾ ലോങ് വാളിൽ എടുത്തു. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് വാളിൽ ഇത്രയും ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് ഷോർട്ട് വാളിൽ എടുത്താൽ മതി. അതുകൊണ്ടാണ് മൈനസ് വരുന്നത്, ഇത്രയും പോർഷൻ നമ്മൾ മൈനസ് ആക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് എടുക്കാനുള്ള ഫോർമുല എന്താണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കണം. അത് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്, അതായത് ഇവിടുത്തെ 60 ഇവിടുത്തെ 60 നമ്മൾ മൈനസ് ചെയ്യും. അതായത് ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് മൈനസ് 120 മൈനസ് ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടും, ഇത്രയും ഷോർട്ട് വാളിൽ ലെങ്ത് നമുക്ക് കിട്ടും. ആ ലെങ്ത് ഇൻറ്റു 3 ഷോർട്ട് വാൾ ഉള്ളത് കൊണ്ട് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അടുത്ത മെത്തേഡാണ് ഇത്, നിങ്ങൾ ഫോർമുല നോക്കി വെച്ചിരിക്കണം. ദെൻ A ലെവലിൽ അല്ലെങ്കിൽ ഓവർസീൽ ഫസ്റ്റ് ഗ്രേഡിലൊക്കെ ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂം തന്നിരിക്കും, ആ റൂമിൽ വാൾ തിക്നെസ് ഒക്കെ തന്നിരിക്കും. ദെൻ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ ബ്രിക്ക് വാളിൻ്റെ ഹൈറ്റൊക്കെ കൊടുത്തിരിക്കും. അതേപോലെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ ബ്രെത്തും ഡെപ്തും എല്ലാം കൊടുത്തിരിക്കും. നിങ്ങൾ ഇതുപോലെ ഏത് മെത്തേഡാണോ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്, അതിപ്പം നിങ്ങൾ മെത്തേഡൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ലോങ് വാൾ മെത്തേഡ് എടുത്താലും നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ലൈൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം ആ മെത്തേഡിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കേണ്ടതാണ്. ദെൻ നമുക്കടുത്ത് സെൻറ്റർ ലൈൻ മെത്തേഡിലോട്ട് പോകാം. സെൻറ്റർ ലൈൻ മെത്തേഡാണ് അടുത്ത് പറയുന്നത്. ഈ സെൻറ്റർ ലൈൻ മെത്തേഡിൽ ഞാനിവിടെ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡയമെൻഷൻസൊക്കെ ഇവിടെ ഡയമെൻഷൻസ് വേണ്ട, നമുക്ക് അത്രയും ഡയമെൻഷൻസ് വെച്ച് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ഡ്രോയിങ് എടുത്ത് ഡയമെൻഷൻ ഇട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.
നമുക്കൊരു ഡയമെൻഷൻ ഇല്ലാതെ പറയും. ഇവിടെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കാര്യം തന്നെയാണ് പറയുന്നത്. ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ വീതി, അതായത് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എടുക്കുന്ന വീതി എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇവിടെയും നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷനിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇവിടെ നമുക്ക് സെൻറ്റർ ലൈൻ മെത്തേഡാണ് പറയുന്നത് അല്ലേ. സെൻറ്റർ ലൈൻ മെത്തേഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ വോളിൻ്റെ സെൻറ്റർ ഇവിടെയാണല്ലേ, ഈ വോളിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. സോ ഈ സെൻറ്റർ മുതൽ ഇങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇതാണ് ഈ വോളിൻ്റെ സെൻറ്റർ. ഈ സെൻറ്റർ മുതൽ ഇത്രയും പോർഷനിലായിരിക്കും നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സെൻറ്റർ ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല ഞാൻ പറയാം. സെൻറ്റർ ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല വരുന്നത് ലെങ്ത് ഓഫ് ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത്. ഓക്കെ, ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് ഈസ് ഈക്വൽ ടു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. ഓക്കെ, നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. അപ്പോൾ ഒന്നുകൂടെ പറയുന്നത്, സെൻറ്റർ ലൈൻ മെത്തേഡിൽ ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് കാണാൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. ഓക്കെ, നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ഈ സെൻറ്റർ ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഈ വോളിൻ്റെ സെൻറ്റർ മുതൽ ഈ വോളിൻ്റെ സെൻറ്റർ വരെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഞാനിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചിരിക്കുന്നത്. ഇത്രയും പോർഷൻ നമുക്ക് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടുത്തെ ഈ വീതി എന്ന് പറയുന്നത് എത്ര? 120 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുപോലെ ഇവിടെ ഈ വോളിൽ നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കും. അതുപോലെ ഈ വോളിലും ഇത്രയും പോർഷനിൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഞാൻ ഈ ബ്ലാക്ക് ഇട്ട് വരച്ചിരിക്കുന്ന അത്രയും പോർഷനിലാണ് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടി സെൻറ്റർ ലൈൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു പോർഷൻ അല്ലേ, അതായത് ഈ കോർണറിലുള്ള ഈ 4 കോർണറിലുള്ള കുറച്ച് പോർഷൻ നമ്മൾ എടുക്കാതെ വിട്ടിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ലൈനും ഓക്കെ, ഈ ഒരു ലൈനിന് ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പോർഷൻ വരുന്നത്. അതായത് ഇത്രയും പോർഷൻ, ഓക്കെ, ഞാൻ ഈ ഹേച്ച് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ നമ്മൾ 2 തവണ എടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇത്രയും പോർഷൻ നമ്മൾ ഈ ഹേച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മൾ 2 തവണ എടുക്കും. അതിന് കാരണം ഇത്രയും ലെങ്തിലും ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ഇത്രയും പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു പോർഷൻ നമ്മൾ 2 തവണ എടുക്കുന്നു. സോ ഈ പോർഷൻ ഇത് 2 തവണ എടുക്കുന്നത് കൊണ്ട് ബാലൻസ് ആയിക്കൊള്ളും. അതുപോലെ തന്നെയാണ് 4 സൈഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴും ഇത്രയും പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുമ്പോഴും ഈ ഒരു പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഈ ഇത്രയും പോർഷൻ 2 തവണ ഇതിലും കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു പോർഷൻ ഇവിടെ ബാലൻസ് ആയിക്കൊള്ളും. അങ്ങനെ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ 2 തവണ എടുക്കുന്നത് കൊണ്ട് ഈ പോർഷൻ, ഈ 4 കോർണറുള്ള പോർഷൻ അതിനോട് ബാലൻസ് ആയിക്കൊള്ളും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ വരച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ദെൻ അതേപോലെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അതുപോലെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അങ്ങനെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഫുള്ളായിട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വയ്ക്കും. ഈ ഒരു ഡ്രോയിങ്ങിലുള്ള ഫുള്ള് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, വോൾ എവിടെയൊക്കെ ഉണ്ട് അതുപോലെ ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയും നമുക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അവിടെ നമുക്ക് എക്സ്കവേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പോർഷനിൽ നമുക്ക് എക്സ്കവേഷൻ വരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴും ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ, ഇവിടെയും ഈ സെൻറ്റർ മുതൽ ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോലെ ഈ സെൻറ്റർ മുതൽ വരും. ഓക്കെ, അങ്ങനെ ഈ സെൻറ്റർ ലൈൻ മെത്തേഡിൽ ഇങ്ങനെ നമ്മൾ എത്ര വോളുണ്ടോ അല്ലെങ്കിൽ എത്ര പോർഷനാണ് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഒരുമിച്ചെടുക്കും. ഇതിൽ ലോങ് വാളോ ഷോർട്ട് വാളോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. എല്ലാ എക്സ്കവേഷൻ ചെയ്യേണ്ട ഏത് പോർഷനാണോ അത്രയും നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കും.
എല്ലാ വാളിൻ്റെയും നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കും. പക്ഷേ നമ്മൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? ലോങ് വാളിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ഷോർട്ട് വാളിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. പക്ഷേ സെൻറ്റർ ലൈൻ മെത്തേഡ് വരുമ്പോൾ നമ്മൾ ഫുള്ള് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഒരുമിച്ചെടുക്കും. എവിടെയൊക്കെ നമ്മൾ വാൾ കൺസ്ട്രക്ട് ചെയ്യണോ, വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ എക്സ്കവേഷൻ ചെയ്യണം. സോ എവിടെയൊക്കെ നമ്മൾ വാളുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഒരുമിച്ച് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കും. ആദ്യം നമ്മൾ ആ ഒരു കാര്യം എടുത്ത് വയ്ക്കുന്നു. ദെൻ ഫോർമുല പറഞ്ഞു നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2 എന്ന് പറയും. ഇപ്പം ഈ ഒരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര ടി ജംഗ്ഷൻ ഉണ്ടോ? ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടി ജംഗ്ഷൻ ഉണ്ട്? ഈ ഒരു പോർഷൻ ഒരു ടി ഉണ്ടല്ലേ, ഈ ഒരു പോർഷൻ ഒരു ടി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. അങ്ങനെ 1 2 3 4 4 ടി ജംഗ്ഷനായി. ഇനി ഇവിടെ നമുക്ക് ടി ജംഗ്ഷൻ പറയാൻ പറ്റുമല്ലേ? ഇവിടെ നമുക്ക് ടി ജംഗ്ഷൻ പറയാൻ പറ്റും, ഇവിടെ നമുക്ക് ടി ജംഗ്ഷൻ പറയാൻ പറ്റും. സോ പക്ഷേ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഞാനിപ്പോൾ വരച്ച ഈ ഒരു എക്സ്കവേഷന് വേണ്ടി ചെയ്ത പോർഷനും ഇവിടുത്തെ എക്സ്കവേഷനും നമ്മൾ എടുക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്താണ് വരുന്നത്. അതായത് ഇത്രയും പോർഷൻ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ക്രോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 2 ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ 2 ടി ജംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ എത്ര ടി ജംഗ്ഷനായി? നമ്മൾ നേരത്തെ പറഞ്ഞ 1 2 3 4 4 ടി ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിന് 2 ടി ജംഗ്ഷൻ എടുക്കും. ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ 2 ടി ജംഗ്ഷൻ എടുക്കും. സോ ഇവിടെ ടോട്ടൽ 6 ടി ജംഗ്ഷൻ ഉണ്ട്. 6 ടി ജംഗ്ഷൻ ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എങ്ങനെ വരും? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞു ഇപ്പോൾ ഒരു എക്സ് എന്ന് വെച്ചോ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എക്സ് എന്ന് വെച്ചോ. നമ്പർ ഓഫ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്രയാണ്? 6 ആണല്ലേ? 6 ടി ജംഗ്ഷൻ ഉണ്ട് ഇൻറ്റു വിഡ്ത്ത് ബൈ 2. അപ്പോൾ നമുക്കിങ്ങനെ ലെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വിഡ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ സെൻറ്റർ ലൈൻ മെത്തേഡുണ്ട്, ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡുണ്ട്. ഈ സെൻറ്റർ ലൈൻ മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് കുറച്ച് എളുപ്പം. മറ്റത് നമ്മൾ ലോങ് വാൾ ഷോർട്ട് വാൾ അങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എടുക്കാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പിൽ എടുത്തിട്ട് ഒരു ഫോർമുല മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. മറ്റത് ലോങ് വാളും ഷോർട്ട് വാളും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് 2 ഫോർമുല വെച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് സമയവും കൂടുതലായിരിക്കും. സോ അത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സാമിന് നിങ്ങൾക്കിപ്പോൾ ഇതൊരു റൂം ഇതൊരു റൂം, ഇതിൻ്റെ വാൾ തിക്നെസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം വാൾ തിക്നെസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്രിക്ക് വർക്കിന് വേണ്ടി എത്ര ബ്രിക്ക് ആവും നമുക്ക് കണ്ടെത്തണം. ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണണം. ഇതിനെങ്ങനെ ചെയ്യാം? നമുക്ക് സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ട് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ആണെങ്കിൽ പിന്നെ ഒന്നുകൂടെ മാറ്റി വയ്ക്കാം. ഇതൊരു വാളാണ്. അപ്പോൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? ഇതൊരു ലോങ് വാളാണ്, ഇതൊരു ലോങ് വാളാണ്. സോ അതേപോലെ ഇതൊരു ഷോർട്ട് വാളാണ്, ഇതൊരു ഷോർട്ട് വാളാണ്. സോ നമ്മളത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ടാണെങ്കിലോ, സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക, ദെൻ ഇവിടെ നിന്ന് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക, ദെൻ ഇത് മുതൽ ഇതുപോലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക, ദെൻ ഇത് മുതൽ ഇതുപോലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയി. ദെൻ മൈനസ് ഇവിടെ ടി ജംഗ്ഷൻ ഉണ്ടോ? നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇവിടെ എത്രയാണ്? നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് അവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത്. ആ ലെങ്ത് ബൈ വാൾ തിക്നെസ് ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് ടോട്ടൽ ലെങ്ത് എക്സ് എന്ന് വെച്ചോ, എക്സ് എന്ന് കിട്ടി. സോ വാൾ തിക്നെസ് 20 ആണ്. ദെൻ വാളിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഒരു 3 മീറ്റർ കൊടുക്കുകയെന്ന് വെച്ചോ. 3 മീറ്റർ ആകുമ്പോൾ 300 സെൻറ്റിമീറ്റർ. സോ 300 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ക്വാണ്ടിറ്റി ആയി. സോ അങ്ങനെ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.